കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആത്മമിത്രം ബ്രദറൻ ഡോക്ടർ മീഡിയയിലൂടെ എന്നെ കേൾക്കുന്ന എല്ലാ സഹോദരിമാർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം. ഈ പ്രഭാതവേളയ്ക്കായി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഇന്നത്തെ ധ്യാനചിന്തയ്ക്കായി ഒരു ഭാഗം വായിക്കാം. ഇയ്യോബിൻ്റെ പുസ്തകം 42:10. ഇയ്യോബിൻ്റെ പുസ്തകം 42:10. ഇയ്യോബ് തൻ്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ യഹോവ അവൻ്റെ സ്ഥിതിക്ക് ഭേദം വരുത്തി. മുമ്പ് ഉണ്ടായിരുന്നതൊക്കെ യഹോവ ഇയ്യോബിന് ഇരട്ടിയായി കൊടുത്തു. പ്രിയപ്പെട്ടവരെ, ഇവിടെ ഇയ്യോബ് തൻ്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ യഹോവ അവൻ്റെ സ്ഥിതിക്ക് ഭേദം വരുത്തി. മുമ്പേ ഉണ്ടായിരുന്നതൊക്കെ യഹോവ ഇയ്യോബിന് ഇരട്ടിയായി കൊടുത്തു. ഈ കഴിഞ്ഞ 2 ദിവസങ്ങളിൽ നാം ദാനിയേലിൻ്റെയും പൗലോസ്, സിലാസ്, ഹന്ന എന്നിവരുടെ പ്രാർത്ഥനയൊക്കെ ശ്രദ്ധിച്ചു. അതിൽ നിന്ന് വ്യത്യസ്തമായൊരു പ്രാർത്ഥനയാണ് ഇയ്യോബിൻ്റെ. ഇയ്യോബ് തൻ്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ യഹോവ അവൻ്റെ സ്ഥിതിക്ക് ഭേദം വരുത്തി. പ്രിയപ്പെട്ടവരെ, ഇവിടെ നമ്മൾ ചൂണ്ടിക്കാണിക്കുന്നത് നാം നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രമല്ല, നമ്മുടെ സ്നേഹിതന്മാർക്ക് വേണ്ടി നാം പ്രാർത്ഥിക്കേണ്ടത് വളരെ ആവശ്യമാണ്. ഇയ്യോബിനെ സംബന്ധിച്ചിടത്തോളം ദൈവത്താൽ സാക്ഷ്യം പ്രാപിച്ചൊരു വ്യക്തിയാണ്. ഇയ്യോബിൻ്റെ പുസ്തകം അതിൻ്റെ 1-ാം അധ്യായം 1-ാം വാക്യം നാം വായിക്കുമ്പോൾ ഇയ്യോബിനെ പറ്റി ദൈവം പറയുന്ന അല്ലെങ്കിൽ ഇയ്യോബിനെപ്പറ്റി പറയുന്നൊരു സാക്ഷ്യവാചകങ്ങളാണ്. ഊസ് ദേശത്ത് ഇയ്യോബ് എന്ന പേരുള്ളൊരു പുരുഷനുണ്ടായിരുന്നു. അവൻ നിഷ്കളങ്കനും നേരുള്ളവനും യഹോവഭക്തനും ദോഷം വിട്ടകലുന്നവനും ആയിരുന്നു. പ്രിയപ്പെട്ടവരെ, ഇയ്യോബ് അങ്ങനെ ഉള്ളവനായിരുന്നു. നിഷ്കളങ്കനും നേരുള്ളവനും യഹോവഭക്തനും ദോഷം അകലുന്നവനുമായിരുന്നു. ഇങ്ങനെ യഹോവയാൽ ദൈവത്തിൻ്റെ നല്ലൊരു ദാസനായിരുന്നു ഇയ്യോബ്. ഇയ്യോബിൻ്റെ തുടർന്നുള്ള അധ്യായങ്ങൾ പഠിക്കുമ്പോൾ അല്ലെങ്കിൽ ചരിത്രം പഠിക്കുമ്പോൾ ഇയ്യോബ് നേരിട്ടിരുന്ന പ്രതിസന്ധി എത്രയോ വലുതായിരുന്നു. തൻ്റെ ദേഹത്തുണ്ടായ കഷ്ടത, തൻ്റെ സ്വത്തുക്കളും മക്കളും സകലതും നഷ്ടപ്പെട്ടു. തനിക്ക് സകലതും നഷ്ടപ്പെട്ടു. ആ സമയങ്ങളിലും ഇയ്യോബ് ദൈവത്തിന് വേണ്ടി നിന്നൊരു ദാസനാണ്, അല്ലെങ്കിൽ ദൈവത്തെ തള്ളിപ്പറയാതെ നിന്നൊരു ദാസനാണ്. നമുക്കറിയാം, ഇയ്യോബ് നേരിട്ടൊരു പ്രയാസം എത്രയോ വലുതായിരുന്നു. അതിൻ്റെ 2-ാം അധ്യായം അതിൻ്റെ 9-ാം വാക്യം നമുക്ക് വായിക്കാം. അവൻ്റെ ഭാര്യ അവനോട്, നീ ഇനിയും നിൻ്റെ ഭക്തി മുറുകെ പിടിച്ചുകൊണ്ടിരിക്കുന്നുവോ? ദൈവത്തെ ത്യജിച്ച് പറഞ്ഞു മരിച്ച് കളയുക എന്ന് പറഞ്ഞു. അവൻ അവളോട്, നീ ഒരു പൊട്ടി സംസാരിക്കുന്നത് പോലെ നീ സംസാരിക്കുന്നു. നാം ദൈവത്തിൻ്റെ കയ്യിൽ നിന്ന് നന്മ കൈക്കൊള്ളുന്നു, തിന്മയും കൈക്കൊള്ളരുതോ എന്ന് പറഞ്ഞു. ഇതിൽ ഒന്നിലും ഇയ്യോബ് അധരങ്ങളാൽ പാപം ചെയ്തില്ല. പ്രിയപ്പെട്ടവരെ, തൻ്റെ ഭാര്യ വല്ലയും തന്നെ പ്രലോഭിച്ച് ദൈവത്തെ ത്യജിച്ച് കളയാൻ അല്ലെങ്കിൽ ദൈവത്തെ വിശ്വാസത്തിൽ നിന്ന് മാറാൻ. പക്ഷേ ഇയ്യോബ് പറയുക, നീ ഒരു പൊട്ടി സംസാരിക്കുന്ന പോലെ സംസാരിക്കുന്നുവോ? നാം ദൈവത്തിൽ നിന്ന് നന്മ പ്രാപിക്കുന്നു, തിന്മയും പ്രാപിച്ചാൽ എന്താ? ആ സമയങ്ങളൊന്നും ഇയ്യോബ് തൻ്റെ വായും കൊണ്ട് പാപം ചെയ്തില്ല. അത്രയ്ക്ക് ദൈവത്തിൻ്റെ ഒരു ഭക്തനായിരുന്നു ഇയ്യോബ്. ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹിക്കപ്പെട്ട ദാസനായിരുന്നു. ഇയ്യോബ് ആ പ്രതിസന്ധിയിലൂടെയൊക്കെ കടന്നു പോയപ്പോൾ തൻ്റെ സ്നേഹിതന്മാർ, കൂട്ടുകാരൊക്കെ തന്നെ തള്ളിക്കളഞ്ഞു. പക്ഷേ ഇയ്യോബ് എന്നിട്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ഇവിടെ ഈ പ്രാർത്ഥന നാം പഠിക്കുമ്പോൾ നമ്മെ ചൂണ്ടിക്കാണിക്കുന്നൊരു കാര്യം, നാം പ്രാർത്ഥിക്കുമ്പോൾ നമ്മെ പകയ്ക്കുന്നവരെയും നമ്മൾ തള്ളിക്കളയുന്നവരെയും ഓർത്ത് നാം പ്രാർത്ഥിക്കണം. നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയല്ല, മറ്റുള്ളവർക്ക് വേണ്ടി നാം പ്രാർത്ഥിക്കേണ്ടത് വളരെ ആവശ്യം. അന്യോന്യ ഭാരങ്ങളെ ചുമപ്പീനാണ് ദൈവത്തിൻ്റെ വചനം നമ്മൾ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇയ്യോബ് നമുക്ക് നല്ലൊരു മാതൃകയാണ്. ഇയ്യോബ് തൻ്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി അല്ലെങ്കിൽ തൻ്റെ കൂട്ടുവിശ്വാസികൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ തനിക്കെന്ത് ദൈവം എല്ലാ സ്ഥിതിക്ക് ഭേദം വരുത്തി. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മളോട് കർത്താവ് പറയുന്നൊരു കടപ്പാടാണ്. നിങ്ങളുടെ സ്നേഹിതന്മാർക്ക് വേണ്ടി, നിങ്ങളുടെ കൂട്ടുവിശ്വാസികൾക്ക്, കുടുംബത്തിന് വേണ്ടി ഇടിവിൽ നിൽക്കേണ്ടത് വളരെ ആവശ്യമാണ്. നമ്മുടെ ആവശ്യങ്ങൾ മാറ്റി നിർത്തുക, മറ്റുള്ളവർക്ക് വേണ്ടി നാം പ്രാർത്ഥിക്കണം. ഇവിടെ ഇയ്യോബിന് വന്നിരുന്ന സ്ഥിതിയുടെ മാറ്റം എൻ്റെ നിങ്ങളുടെ ജീവിതത്തിൽ വളരെ ആവശ്യമാണ്. അപ്പോൾ നമുക്ക് മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം.
അതിൻ്റെ 42 അധ്യായൻ്റെ 12 വാക്യം നാം വായിക്കുമ്പോൾ, ഇങ്ങനെ യഹോവ ഇയ്യോബിൻ്റെ പിൻകാലത്തെ അവൻ്റെ മുൻകാലത്തേക്കാൾ അധികം അനുഗ്രഹിച്ച്. അവൻ നഷ്ടപ്പെട്ടതെല്ലാം ഇരട്ടിയായി ദൈവം കൊടുത്തു. പ്രിയപ്പെട്ടവരെ, എത്ര ഒരു മാതൃകാപരമായൊരു പ്രാർത്ഥനയാണ് ഇയ്യോബിൻ്റെത്. തനിക്ക് നഷ്ടപ്പെട്ട സകലതും. ഇയ്യോബിൻ്റെ സ്ഥാനത്ത് ഞാനും നിങ്ങളുമായിരുന്നെങ്കിൽ എന്തായിരിക്കാം? പ്രിയപ്പെട്ടവരെ, നമ്മുടെ മുമ്പിൽ ഒരു ചോദ്യചിഹ്നമാണ്. ഇയ്യോബിനെ പോലെ ദൈവത്തിൻ്റെ നല്ല ഭക്തനായി, ദാസനായി, പ്രലോഭനങ്ങൾ കടന്നു വരാം, ഒറ്റപ്പെട്ടെന്ന് വരാം, ദൈവത്തെ തള്ളിക്കളയാതെ വണ്ണം വിശ്വസ്തയോടെ നല്ല സാക്ഷ്യം പുലർത്തിക്കൊണ്ട് പ്രാർത്ഥനയിൽ ഉറ്റിരുന്ന് ദൈവത്തിൽ നിന്ന് അനുഗ്രഹം പ്രാപിപ്പാൻ, മറ്റുള്ളവർക്ക് അനുഗ്രഹമായി തീരുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. നമ്മുടെ പ്രാർത്ഥന മറ്റുള്ളവർക്ക് കോട്ടയാകട്ടെ. നമ്മുടെ വിഷയങ്ങളെയല്ല, മറ്റുള്ള വിഷയങ്ങളെ പ്രാർത്ഥിപ്പാനും അന്യോന്യങ്ങളെ ഭാരങ്ങൾ ചുമപ്പാൻ ദൈവം നമ്മളെ സഹായിക്കുമാറാകട്ടെ.